അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. നാളെ വൈകിട്ട് 5 മണിവരെ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ആരോഗ്യം വഷളായതിനെ തുടർന്ന് രാഹുലിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിരിക്കുന്നത് കള്ളക്കേസാണെന്ന് അഭിഭാഷകൻ അലക്സ് കെ ജോൺ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു സെക്ഷലി മാർക്ക്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞത്. നിങ്ങൾക്കറിയാം, സെക്ഷലി മാർക്ക്ഡ് റിമാർക്സ് എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട പദപ്രയോഗം കൊണ്ട് ഒരാളെ സമൂഹ മധ്യത്തിൽ അവമാനിക്കുന്നതാണ് സെക്ഷലി മാർക്ക്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. എവിടെങ്കിലും അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ലിങ്കിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞിട്ടില്ല. പോലീസിനോട് ഞങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ വീഡിയോ പരിശോധിച്ച് നോക്ക്. ഇതിനകത്ത് എവിടെയാണ് പോലീസിനോട് അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹം ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചു. വീട്ടിൽ വന്നപ്പോഴും പറഞ്ഞു ഞാനങ്ങനെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കാൻ പറഞ്ഞു. അതൊരു നിങ്ങൾക്കറിയാം, മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാമല്ലോ, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, അതായത് ക്രിയാത്മകമായിട്ടുള്ള വിമർശനം, അഭിലാഷമെല്ലാം നടത്തുന്ന വിമർശനങ്ങൾ അതാണല്ലോ. ഇതിന് ഏറ്റവും പ്രധാനമായി അവരെല്ലാം അവരെല്ലാം അകത്തിടുകയാണോ ചെയ്യുന്നത്? TS ഹരികൃഷ്ണ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഹരി, ഇപ്പോൾ വെള്ളിയാഴ്ച പരിഗണിക്കുന്ന തരത്തിൽ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നേരത്തെ ദിബ രാഹുൽ ഈശ്വർ അടക്കം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ വ്യക്തമാക്കിയത്. ഇപ്പോൾ അഭിഭാഷകന്റെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു കള്ളക്കേസ് എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അഭിഭാഷകർ. ഒപ്പം തന്നെ രാഹുൽ ഈശ്വറിന് അല്പം മുമ്പാണ് തിരുവനന്തപുരത്തുള്ള ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ ഈ രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോയ സമയത്ത് തന്നെ രാഹുൽ ഈശ്വർ നിരാഹാരം ഇരിക്കുമെന്നുള്ള നിരാഹാരം പ്രഖ്യാപിച്ചിട്ടാണ് ജയിലിലേക്ക് പോകുന്നത്. അപ്പോൾ ജയിലിലെത്തിയതിനു ശേഷവും ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വെള്ളം മാത്രമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ഷുഗർ ലെവൽ ഇന്ന് രാവിലെ കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. ഈ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ഫോർട്ട് ആശുപത്രിയിൽ രാവിലെ രാഹുൽ ഈശ്വറിനെ കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം കോടതിയിൽ കൊണ്ടുപോയി അവിടെ ജാമ്യാപേക്ഷ തള്ളുന്നു. അതിനുശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു. കസ്റ്റഡിയിൽ നാളെ വൈകിട്ട് 5 മണിവരെ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിടുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫോർട്ട് ആശുപത്രിയിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഡ്രിപ്പ് ഇട്ടൊക്കെയാണ്. അദ്ദേഹത്തിനെ കയറി കാണാൻ സാധിച്ചു. പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അദ്ദേഹം ഡ്രിപ്പ് ഇട്ടിരിക്കുന്നു. അദ്ദേഹം കൊണ്ടുപോകുന്ന സമയത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു കള്ളക്കേസാണ്, തനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കള്ളക്കേസാണ്, അത് കോടതിയിൽ പറയുന്നുണ്ട്, നിങ്ങളത് പോലീസിനോട് ചോദിക്കണമെന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ആ ഡ്രിപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇനി ഇവിടുന്ന് പോലീസിൻ്റെ അകമ്പടിയോട് തന്നെ രാഹുൽ ഈശ്വറിനെ ഇവിടുന്ന് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോവുക. TS ഹരീഷിനാണ് വിവരങ്ങൾ നൽകിയത്. അതിജീവിതയ്ക്ക് എതിരായ സൈബർ അതിക്രമത്തിന് കാരണമാകുന്ന തരത്തിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. നാളെ വൈകുന്നേരം വരെയാണ് കസ്റ്റഡി. അതിനുശേഷം വെള്ളിയാഴ്ച കോടതി പരിഗണിക്കുന്ന തരത്തിൽ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോവുകയാണ് രാഹുൽ ഈശ്വർ.